अभी तो बस खाना शुरू किया है, आगे देखो क्या क्या होता है. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ ആണ് ഇത്. ഇങ്ങനെ BJP കടിച്ചു തിന്നുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. BJPയുടെ നുണകളെല്ലാം ഓരോ ദിവസവും പൊളിയുകയാണ്. BJP അനുഭാവികളായിരുന്ന പല യുവാക്കളും ഞാനും ഒരു പാർട്ടിയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ച് CJP ആയെന്നാണ് അണിയറ വർത്തമാനം. ഇനിയൊരു ദൃശ്യം കൂടി കാണാം. കർണാടകയിലെ BJP നേതാക്കളുടെ ചെയ്തികളാണ്. പക്ഷേ പാറ്റകളെ ഇങ്ങനെ അടിച്ചു കൊല്ലുന്ന ഭീഷണിയൊന്നും അല്ലെങ്കിൽ അടിച്ചു കൊല്ലുമെന്ന ഭീഷണിയൊന്നും തങ്ങളുടെ പ്രതിഷേധത്തെ മുന്നേറ്റത്തെ തടയാൻ കഴിയില്ല എന്നാണ് യുവാക്കൾ പറയുന്നത്. BJP വയ്ക്കുന്ന കുരുക്കുകളെ എല്ലാം പൊട്ടിച്ചെറിയുകയാണ് CJPയും അതിൻ്റെ സ്ഥാപകനായ അഭിഷേക് ദീപ്കെയും. ഹാക്ക് ചെയ്യപ്പെട്ട ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തിരിച്ചുപിടിച്ചു. മാത്രമല്ല ഇൻസ്റ്റാ അക്കൗണ്ടിനെ കുറിച്ച് BJP നേതാക്കൾ പറഞ്ഞ നുണകളെ അഭിജിത്ത് തെളിവ് സഹിതം പൊളിച്ചെടുക്കുകയും ചെയ്തു. പാകിസ്ഥാനെ ഉപയോഗിച്ച് പറഞ്ഞ നുണകളെ. CJP കാരണം BJP മുന്നണിക്ക് അകത്ത് അസ്വാരസ്യങ്ങളും ഉടലെടുത്തു കഴിഞ്ഞു. യുവാക്കളുടെ വികാരത്തെ അടിച്ചമർത്താൻ നോക്കരുത് എന്നാണ് തെലുങ്ക് ദേശം പാർട്ടി, NDAയുടെ പ്രധാനപ്പെട്ട പാർട്ടിയാണ് തെലുങ്ക് ദേശം പാർട്ടി മുന്നറിയിപ്പ് നൽകുന്നത്. അതായത് CJPയെ ഒതുക്കാൻ BJP നേതാക്കളും കൂട്ടരും ചെയ്യുന്നത് തിരിച്ചടിക്കുന്ന, ടേൺ അടിക്കുന്ന, ഉൾട്ടയാകുന്ന അല്ലെങ്കിൽ ബൂമാറാങ് പോലെ തിരിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. സോനം വാങ്ചുങ്ങിനെ പോലുള്ള നിരവധി പ്രമുഖർ CJPക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ CJPയോട് പക്ഷേ ബുദ്ധിപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോഴും കേന്ദ്രം പലതരത്തിലുള്ള പ്രതികാര നടപടികൾ തുടരുകയാണ്. എന്നാൽ ഓരോ ദിവസവും CJPക്കുള്ള, കോക്രോച്ച് പാർട്ടിക്കുള്ള പിന്തുണ കൂടുകയാണ്. അതായത് ഈ പാർട്ടി മോദിക്കും അമിത്ഷായ്ക്കും കൂട്ടർക്കും ഓരോ ദിവസവും തലവേദന സൃഷ്ടിക്കുകയാണ് എന്ന് പറയാം. കോക്രോച്ച് ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില പുതിയ കാര്യങ്ങൾ കൂടി പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി വന്നത്. 3 രീതിയിലാണ് BJP സംഘം CJPയെ ഒതുക്കാൻ നോക്കുന്നത്, കുടുക്കാൻ നോക്കുന്നത്. 1, പതിവ് പോലെ നുണ പറഞ്ഞുകൊണ്ട്. 2, CJPയുമായി ബന്ധപ്പെട്ടവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിക്കൊണ്ട്. 3, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതികാര നടപടികൾ എടുത്തുകൊണ്ട്. ഇതിനെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കുകയാണ് CJP എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. BJP നേതാക്കൾ ഏറ്റവും അധികം പറഞ്ഞ ഒരു നുണയാണ് കോക്രോച്ച് പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ഏറ്റവും ഒടുവിൽ പൊളിച്ചടുക്കിയത്. CJPക്ക് ഇൻസ്റ്റയിലുള്ള ഫോളോവേഴ്സിൽ ഭൂരിഭാഗവും പാകിസ്ഥാൻകാരാണ് എന്നതായിരുന്നു പ്രധാന ആരോപണം. അതായത് CJP മുന്നേറ്റം അല്ലെങ്കിൽ CJP പാക് സ്പോൺസേഡ് പരിപാടിയാണെന്നുള്ള നറേറ്റീവ് സൃഷ്ടിക്കാനാണ് പതിവ് പോലെ BJP നേതാക്കൾ ശ്രമിച്ചത്. കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ ആരോപിച്ചത് പാകിസ്ഥാൻ ജോർജ് സോറസ് സംഘമാണ് CJP ഫോളോവേഴ്സ് എന്നാണ്. അതിനെയാണ് തെളിവ് സഹിതം അഭിജിത്ത് പൊളിച്ചടുക്കിയത്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ അനലറ്റിക്സിൻ്റെ ഡേറ്റ സ്ക്രീൻ റെക്കോർഡാണ് അഭിജിത്ത് പുറത്തുവിട്ടത്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം CJP അക്കൗണ്ടിനെ പിന്തുടരുന്നവരിൽ 94.7% പേരും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് എന്നതാണ്. CJPയുടെ ഇൻസ്റ്റാ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ഔദ്യോഗിക ഇൻസെറ്റ് വിവരങ്ങളാണ് ഇതെന്ന് അഭിജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ബാക്കി വരുന്ന ഫോളോവേഴ്സിൽ, അതായത് ഈ 94.7% അപ്പുറം വരുന്ന ഫോളോവേഴ്സിൽ 1% അമേരിക്കയിൽ നിന്നും, 0.7% UK നിന്നും, 0.6% വീതം കാനഡ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ്. ഏപ്രിൽ 22 മുതൽ മെയ് 21 വരെയുള്ള ഒരു മാസത്തെ കാലയളവിൽ മാത്രം CJP ഇൻസ്റ്റാ പേജിന് 160 കോടിയിലധികം വ്യൂസ് ലഭിച്ചു. ഈ സമയത്ത് 1.2 കോടിയിലധികം പുതിയ ആളുകളാണ് അക്കൗണ്ട് ഫോളോ ചെയ്തത് എന്നും ഈ അനലിറ്റിക്സ് വ്യക്തമാക്കുന്നു. അതായത് BJP ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം പാകിസ്ഥാൻ സ്പോൺസേഡ് ആണ് എന്നുള്ള ആരോപണം ഇവിടെ പൊളിഞ്ഞുവെന്ന് കാണാം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. CJPയുടെയും അതിൻ്റെ സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെയുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വ്യാപകമായി ലക്ഷ്യം വയ്ക്കപ്പെടുന്നുണ്ട്. 22 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇൻസ്റ്റാ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനെ വിജയകരമായി തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അഭിജിത്ത്. ഞങ്ങൾ തിരിച്ചെത്തി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അഭിജിത്ത് ഈ CJPയുടെ ഇൻസ്റ്റാ പേജിൽ പുതിയ വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. BJPയുടെ ഔദ്യോഗിക പേജിനേക്കാൾ ഇരട്ടിയിലധികം, അതായത് 22.4 മില്യണിലധികം ഫോളോവേഴ്സാണ് CJP അക്കൗണ്ടിനുള്ളത്. ഹാക്ക് ചെയ്യപ്പെട്ട അഭിജിത്തിൻ്റെ അക്കൗണ്ടും തിരിച്ചു പിടിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര IT മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് CJPയുടെ ഔദ്യോഗിക X അക്കൗണ്ട് ഇപ്പോഴും ബ്ലോക്ക് ചെയ്യപ്പെട്ട നിലയിലാണ്. രാജ്യസുരക്ഷാ നിയമങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് X അക്കൗണ്ടിനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. പ്രധാന അക്കൗണ്ട് പൂട്ടിയതിനെ തുടർന്ന്, അതായത് CJPയുടെ പ്രധാനപ്പെട്ട X അക്കൗണ്ട് പൂട്ടിയതിനെ തുടർന്ന് കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ തുടങ്ങിയ ബാക്കപ്പ് X അക്കൗണ്ടും അധികൃതർ പൂട്ടിയിരിക്കുകയാണ്.
അതുമാത്രമല്ല നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിനെ ലക്ഷക്കണക്കിന് യുവാക്കൾ ഒപ്പുവെച്ച ക്രമക്കേടിനെതിരെ ലക്ഷക്കണക്കിന് യുവാക്കൾ ഒപ്പുവെച്ച് പാർട്ടിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ കോക്രോച്ച് ജനതാ പാർട്ടി .org-നെയും കേന്ദ്രം ഇടപെട്ട് വിലക്കിയിരിക്കുകയാണ്. സർക്കാർ എന്തിനാണ് പാറ്റകളെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്നാണ് അഭിജിത്ത് ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. പാറ്റകൾ ഒരിക്കലും ചാവില്ല എന്നും തങ്ങൾ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒരുക്കുമെന്നും യുവാക്കളുടെ വികാരം അവിടെ പങ്കുവയ്ക്കുമെന്നും അഭിജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനിടെ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ അഭിജിത്തിനെതിരെ വ്യാപകമായി വാട്സപ്പ് വഴി വധഭീഷണികൾ വരുന്നുണ്ട്. CJPയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പൂട്ടിയില്ല എങ്കിൽ വകവരുത്തുമെന്നാണ് ഭീഷണി. പൂനെയിലുള്ള അഭിജിത്തിൻ്റെ മാതാപിതാക്കൾക്ക് നേരെയും ഭീഷണി വരുന്നുണ്ട്. അവരുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് അഭിജിത്ത് പറയുന്നുണ്ട്. പക്ഷേ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും യുവാക്കളുടെ ശബ്ദമായി തന്നെ മുന്നോട്ട് പോകുമെന്നും ആവർത്തിക്കുകയാണ് അഭിജിത്ത്. മാത്രമല്ല CJP ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപം പ്രാപിക്കില്ല എന്നും അഭിജിത്ത് ഇപ്പോൾ പറയുകയാണ്. അതിനിടെ CJPയെയും അഭിജിത്തിനെയും ലക്ഷ്യമിട്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പറന്ന് നടക്കുന്നുണ്ട്. നമുക്കറിയാം എപ്പോഴൊക്കെ BJP സർക്കാരിനെതിരെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ അവർക്ക് വെല്ലുവിളിയാകുന്ന എന്തെങ്കിലും ഒരു പ്രസ്ഥാനം ഉയർന്നു വരികയോ ചെയ്യുമ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് പണി തുടങ്ങുകയാണ്. CJP രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അതിന് കലാപത്തിന് കോപ്പുകൂട്ടുന്നു, ജൻസി കലാപത്തിന് കോപ്പുകൂട്ടുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ CJPയുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത് എന്നാണ് വിശദീകരിക്കുന്നത്. ഓൺലൈൻ തരംഗമായി മാറിയ CJP പേജ് കേന്ദ്രീകരിച്ച് യുവാക്കളെ വലിയ രീതിയിൽ സംഘടിപ്പിക്കാൻ, അവരെ കൊണ്ട് കലാപം നടത്തിക്കാൻ നീക്കം നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ എന്നാണ് പ്രധാനമായും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതത്രേ. BJPക്ക് തിരിച്ചടിയായി രാഷ്ട്രീയമായ അടിയൊഴുക്കുകളും CJPയുടെ ഈ മുന്നേറ്റം സൃഷ്ടിക്കുന്നുണ്ട് എന്നതും നമ്മൾ നോക്കിക്കാണണം. CJPക്കെതിരെ, അതായത് യുവാക്കളുടെ ശബ്ദത്തിനെതിരെ, ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന കടുത്ത അടിച്ചമർത്തൽ നടപടിക്കെതിരെ NDA മുന്നണിയിലെ പ്രധാന കക്ഷിയായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെലുങ്ക് ദേശം പാർട്ടി, ഒപ്പം ജനതാദൾ യൂണൈറ്റ്, അതായത് നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യൂണൈറ്റും രംഗത്ത് വന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. യുവാക്കളുടെ ഡിജിറ്റൽ മുന്നേറ്റത്തെ കടുത്ത നിയമങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് തിരിച്ചടിയായി മാറുമെന്നാണ് സഖ്യകക്ഷി നേതാക്കൾ BJP നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്, അല്ലെങ്കിൽ ഈ സഖ്യകക്ഷി നേതാക്കൾ വിലയിരുത്തുന്നത്. തൊഴിലില്ലായ്മ, പരീക്ഷാ പേപ്പർ ചോർച്ച എന്നിവ മൂലമുള്ള യുവാക്കളുടെ യഥാർത്ഥ നിരാശയിൽ നിന്നാണ് CJPക്ക് ഇത്രയധികം പിന്തുണ കിട്ടിയത് എന്നാണ് JDUവും TDPയും കരുതുന്നത്. അതിനാൽ യുവാക്കളുടെ ഈ പ്രതിഷേധത്തെ ഡിജിറ്റൽ അക്കൗണ്ടുകൾ പൂട്ടിച്ചോ അന്വേഷണ ഏജൻസികളെ വിട്ടോ നേരിടുന്നത്, അല്ലെങ്കിൽ അവരെ വിരട്ടുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ NDAക്ക് തിരിച്ചടിയാകുമെന്നാണ് ഈ പാർട്ടികളുടെ വിലയിരുത്തൽ. CJP രാഷ്ട്രീയ പാർട്ടിയല്ല, മറിച്ച് മീമുകളും ട്രോളുകളും ഉപയോഗിച്ച് യുവാക്കൾ നടത്തുന്ന ഒരു ഓൺലൈൻ പ്രതിരോധം മാത്രമാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ X അക്കൗണ്ടും വെബ്സൈറ്റും ഇൻസ്റ്റാ അക്കൗണ്ടും ഒക്കെ പൂട്ടിക്കുന്നത് ഏകാധിപത്യ പ്രതിച്ഛായ ഉണ്ടാക്കുമെന്നും ഇത് പ്രതിപക്ഷത്തിന് പുതിയ രാഷ്ട്രീയ ആയുധമാകുമെന്നും BJPക്ക് സഖ്യകക്ഷി നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയെന്നാണ് വിവരം. എന്നാൽ BJP ഈ മുന്നേറ്റത്തെ അടിച്ചമർത്തണമെന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. CJPയുടെ അണിയറയിലുള്ളത് ആം ആദ്മി പാർട്ടിയുടെ മുൻ സോഷ്യൽ മീഡിയ പ്രവർത്തകനാണ് എന്നതും ഇതിന് പിന്നിൽ പ്രതിപക്ഷ ഗൂഢാലോചനയാണ് എന്നും BJP പറയുന്നു. ആം ആദ്മി പാർട്ടിയുടെ മുൻ സോഷ്യൽ മീഡിയ പ്രവർത്തകൻ എന്ന് പറയുന്നത് അഭിജിത്ത് ദീപ്കയാണ്. അദ്ദേഹം AIPയുടെ സോഷ്യൽ മീഡിയയിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്നു. ഇത്തരം ഓൺലൈൻ നീക്കങ്ങളെ തുടക്കത്തിലേ അടിച്ചമർത്തണമെന്ന നിലപാടാണ് BJP നേതൃത്വം സ്വീകരിക്കുന്നത്. കേവലം ഒരു ആക്ഷേപഹാസ്യ കൂട്ടായ്മ എന്നതിനപ്പുറം ഇതിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ താല്പര്യങ്ങളും രാജ്യവിരുദ്ധ താല്പര്യങ്ങളും ഉണ്ട് എന്നാണ് BJPയുടെ പക്ഷം പതിവ് പോലെ. എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം CJPയുടെ മുന്നേറ്റത്തെ വളരെ ബുദ്ധിപരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് എന്നത് നമുക്ക് നോക്കിക്കാണാം. നേരിട്ട് CJP മുന്നേറ്റത്തെ പിന്തുണയ്ക്കാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചകളെ CJPയെ വെച്ച് അല്ലെങ്കിൽ മുന്നിൽ നിർത്തി ചൂണ്ടിക്കാട്ടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. BJP സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കും തൊഴിലില്ലായ്മയ്ക്കുമെതിരെയുള്ള യുവാക്കളുടെ സ്വാഭാവികമായ ജനരോഷത്തിൻ്റെ പ്രതിഫലനമെന്നാണ് പ്രതിപക്ഷം CJPയെ വിശേഷിപ്പിക്കുന്നത്. രാജ്യത്തെ കരിനിയമങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപഹാസ്യ കൂട്ടായ്മയെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഭീരുത്വമാണെന്ന് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പകരം രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ചും പരീക്ഷാ പേപ്പർ ചോർച്ചയെക്കുറിച്ചും സംസാരിക്കുന്ന യുവാക്കളെ കേൾക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഒരു സാധാരണ സോഷ്യൽ മീഡിയ പേജിനെ പോലും കേന്ദ്ര സർക്കാർ ഭയപ്പെടുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത്. യുവാക്കളുടെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ IT ആക്ട് ദുരുപയോഗം ചെയ്യുകയാണെന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന തൊഴിലില്ലാത്ത യുവാക്കളുടെ നിരാശയാണ്
CJPയിലൂടെ പുറത്തു വരുന്നത് എന്നാണ് AAP നേതാക്കൾ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത്. CJPയുടെ ജനപ്രീതി BJPയുടെ IT സെല്ലിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് എന്നാണ് അഖിലേഷ് യാദവ് പരിഹസിക്കുന്നത്. അഖിലേഷ് യാദവിൻ്റെ ഈ പരിഹാസം വളരെ മുനവച്ച പരിഹാസമാണ്, BJPയുടെ കുറുക്കി കൊള്ളുന്ന അല്ലെങ്കിൽ BJPക്ക് കൊള്ളേണ്ടിടത്ത് തന്നെ കൊള്ളുന്ന പരിഹാസമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും. കാരണം BJPയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അവരുടെ IT സെല്ലാണ്. ആ IT സെല്ലിനെ മറികടന്ന് മറ്റൊരു മുന്നേറ്റം ഡിജിറ്റൽ രംഗത്ത് ഉണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ഈ CJPക്ക് മുന്നിൽ അല്ലെങ്കിൽ CJPക്ക് മുമ്പേ ഉള്ള സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെ മറികടന്ന് CJP ഈ IT സെല്ലിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് CJP മുന്നേറുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അഖിലേഷ് യാദവിൻ്റെ ഈ പരിഹാസം BJPയുടെ കുറുക്കിക്കൊള്ളുന്നതാണ്. ഇടതു പാർട്ടികളും CJPക്കെതിരായ നടപടിയെ വിമർശിച്ച് രംഗത്തുണ്ട്. ചുരുക്കത്തിൽ CJP ഒരു രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പരാജയങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ തുറന്നു കാട്ടാനാണ് പ്രതിപക്ഷ പാർട്ടികൾ നിലവിൽ ശ്രമിക്കുന്നത്. എന്തായാലും പാർട്ടികൾ BJPക്ക് രാഷ്ട്രീയമായും ആശയപരമായും വല്ലാത്ത തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയാം. രാജ്യത്തെ പ്രമുഖരുടെ പിന്തുണയും തങ്ങളുടെ പിന്തുണച്ചിരുന്ന യുവാക്കളുടെ ചാഞ്ചാട്ടവും അവരുടെ മനസ്സിലുണ്ടായ ഒരു ചാഞ്ചാട്ടവും BJP നേതൃത്വത്തെ ആശങ്കയിലാക്കുന്നു എന്നാണ് വിവരം. ഈ ആശങ്കയിൽ നിന്ന് അടുത്ത ദിവസം മുതൽ കൂടുതൽ നുണകൾ BJP IT സെല്ല് സൃഷ്ടിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. പക്ഷേ അതെല്ലാം BJP തിരിച്ചടിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത് ജെൻസി സമൂഹമാണ് അല്ലെങ്കിൽ യുവാക്കളാണ്. അവർക്കെതിരെ നീങ്ങുമ്പോൾ വളരെ സൂക്ഷിച്ച് നീങ്ങിയില്ല എങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് BJP അനുകൂല രാഷ്ട്രീയ തന്ത്രജ്ഞരെല്ലാം BJP നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കാരണം അത്രത്തോളം യുവജന രോഷം രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് CJPയുടെ ഈ മുന്നേറ്റം കാണിക്കുന്നു എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. ജാതിയോ മതമോ പറഞ്ഞ് വേർതിരിക്കാൻ കഴിയാത്ത രോഷമാണ് അത് എന്നെങ്കിലും കുറഞ്ഞ പക്ഷം BJP സർക്കാർ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.